ഈ ശ്രീകൃഷ്ണ ജയന്തി പറയുമ്പോൾ നമുക്ക് ആദ്യം ഗാനങ്ങളായിരിക്കും മനസ്സിൽ പെട്ടെന്ന് വരിക അല്ലേ? ഈ ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് എത്രയധികം ഗാനങ്ങളുണ്ട്. ഗാനങ്ങൾ, കവിതകൾ, അങ്ങനെ ഒരു സാഹിത്യം ഇതങ്ങ് നിറയുകയാണല്ലേ. അത് അപ്രതീക്ഷിത ചില ആൾക്കാർ അതിന്റെ ഹിറ്റിന്റെ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ ഈ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഭക്തിഗാനങ്ങൾ ഉള്ളത് ഒരു പക്ഷേ കൃഷ്ണനെയായിരിക്കും. അതെ, പക്ഷെ അതിന്റെ എണ്ണമൊക്കെ നമ്മൾ ഇനി പരിശോധിക്കേണ്ടിയിട്ടുണ്ട്. എണ്ണിയെടുക്കാൻ പറ്റില്ല. നമ്മൾ അറിയാത്ത എത്രയോ ഗാനങ്ങളുണ്ട്. ഇപ്പം ഇത് തന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. അതെ, തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്ക് പാടാൻ അറിയാത്തോണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിനെ പാടി പറഞ്ഞു തരാൻ ഉള്ളിലുണ്ട്. അതെ, ഉള്ളിൽ കൃത്യമായിട്ടുണ്ട്. ഈ ഭക്തിഗാനം മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പലരും ഈ പാട്ടിന് ചുണ്ടുകൾ ചലിപ്പിച്ചെങ്കിലും കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ഹന ഫാത്തിം എന്ന 13 വയസ്സുകാരിയുടെ ആലാപനം വേറിട്ട് തന്നെ നിൽക്കും. വർഷങ്ങൾ 4 പിന്നിട്ടു. പക്ഷേ ഹനയ്ക്ക് ഇന്നും പ്രിയം തന്നെ വലുതാക്കിയ ആ തുളസിക്കതിർ എന്ന പാട്ടിനോട് തന്നെയാണ്. നമുക്ക് ഹനയുടെ വിശേഷങ്ങൾ കാണാം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജന്മാഷ്ടമിക്കാലത്താണ് ഹനയുടെ പാട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായത്. ഉള്ളറിഞ്ഞ് തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനെ പാടിയുണർത്തിയപ്പോൾ മലയാളികൾക്ക് അത് പുത്തൻ അനുഭവമായി മാറി. എന്നെ ഈ പാട്ട് പഠിപ്പിച്ചത് എൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള എൻ്റെ ഡേ കെയറിലെ പ്രിൻസിപ്പളായിരുന്ന സഞ്ജൻ സാറാണ് പഠിപ്പിച്ചത്. സാറിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം ഈ കോവിഡ് ടൈമിലായിരുന്നു. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് റെക്കോർഡ് ചെയ്തതാണ്. സാറിൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങാണ്. അപ്പം അങ്ങനെ പാടിയതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പാട്ട് ഹിറ്റായതോടെ ഹനയിലൂടെ പാട്ടിൻ്റെ സ്രഷ്ടാവും തിരിച്ചറിയപ്പെട്ടു. കരുനാഗപ്പള്ളി സ്വദേശി കൂടിയായ സഹദേവനാണ് മനോഹര ഗാനത്തിന് രചന നിർവഹിച്ചത്. ഇതിലൂടെ ഞാൻ മാത്രമല്ല, ഇത് എഴുതിയ സഹദേവൻ പട്ടശ്ശേരി, ആ ചേട്ടനെയും എല്ലാവരും തിരിച്ചറിഞ്ഞു. അതിൻ്റെ ലിറിക്സൊക്കെ പുള്ളിയാണ് എഴുതിയത്. അപ്പം ചേട്ടനെ എല്ലാവരും തിരിച്ചറിഞ്ഞു. അത് വളരെയധികം നമുക്കൊക്കെ സന്തോഷിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയായിരുന്നു. സംഗീതത്തിൽ ഗുരുസ്ഥാനീയർ പലതുണ്ടെങ്കിലും ആദ്യ ഗുരു ഉപ്പ തന്നെയാണ്. എൻ്റെ വാപ്പിയും ഉമ്മയും എൻ്റെ ബന്ധുക്കൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോഴും ഇനി ഒരു പ്രോഗ്രാമിന് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. വർഷം പിന്നെയും പലത് കഴിഞ്ഞെങ്കിലും ഹനയ്ക്ക് ഇന്നും പ്രിയം പൊട്ടാത്ത നൂലിൽ കോർത്ത് കണ്ണന് അർപ്പിച്ച തുളസിക്കതിർ മാല തന്നെയാണ്. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണാ 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 കണ്ണാ. ഭക്തിഗാനങ്ങൾക്കൊപ്പം ചലച്ചിത്ര ഗാനങ്ങളും ഹനയ്ക്ക് ഇഷ്ടമാണ്. എതിർപ്പാരാമലേ അവൻ എതിർപ്പാരാമലേ അവൻ ഓ പെണ്ണിരുന്ന് വந்த என்னை பம்பரமாய் சுழற்றுவிட்டு உலகண்ட பெருவாயில் என்னை வாயோடு வாய்ப்பதுத்தான். കോട്ടയം BCM കോളേജിൽ ഹിസ്റ്ററി, ആർക്കിയോളജി, മ്യൂസിയോളജി വിഭാഗത്തിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ഹന. പുരാവസ്തു ഗവേഷകയാകണമെന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും തനിക്ക് വരദാനമായി കിട്ടിയ സംഗീതം കെടാവിളക്കായി സൂക്ഷിക്കണമെന്നും ഹന ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ നൗഷാമുദ്ദീനും അമ്മ ജസീലയും
ഹംദ ഫാത്തിം എന്ന ഇളയ സഹോദരി മടങ്ങുന്നതാണ് ഹനയുടെ കുടുംബം. യമുനാ നദിക്കരയിൽ എപ്പോഴും കൽവർ ഭയം, യമുനാ നദിക്കരയിൽ എപ്പോഴും കൽവർ ഭയം, കൽവർ വന്നോനയടിത്ത കലങ്കിടുവാൻ കൺമണിയെ മാടുമേക്കും കണ്ണേ നീ പോക വേണ്ട സൊന്നേ. കൊറോണയുടെ സങ്കടക്കടലിനെ അതിജീവിച്ച് മറ്റൊരു ജന്മാഷ്ടമി കൂടി കടന്നു വരുമ്പോൾ ഹനയും പാടുകയാണ്. കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നുകൂടി ആടൂലേ. ജനം, കൊല്ലം.